+1 പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെയ്റ്റഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ്. അതായത് നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് നമ്മുടെ റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. എങ്ങനെയാണ് ഈ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓരോ സ്കൂളുകളിലും നമുക്ക് ഓരോ റാങ്ക് ആയിരിക്കും. ആ റാങ്ക് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ റാങ്ക് ഓരോ സ്കൂളിലും വ്യത്യാസമായിരിക്കും. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് WGPA വെയ്റ്റഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ മെത്തേഡ് വരുന്നത്. അതായത് SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ ലഭിച്ചവരാണ് നിങ്ങളെങ്കിൽ, അതായത് നിങ്ങൾക്ക് A+ ആണ് എല്ലാ വിഷയങ്ങൾക്കും ലഭിച്ചത് എങ്കിൽ ഗ്രേഡ് പോയിന്റ് 9 വെച്ചിട്ട് എല്ലാ വിഷയങ്ങൾക്കും ലഭിക്കും. സപ്പോസ് ഇനിയിപ്പം മറ്റൊരു വിഷയത്തിൽ മലയാളത്തിൽ നിങ്ങൾക്ക് A മാത്രമാണ് ലഭിച്ചത് എങ്കിൽ അവിടെ നിങ്ങളുടെ ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ B+ ആണെങ്കിൽ 7ഉം B ആണെങ്കിൽ 6ഉം ആ തരത്തിലായിരിക്കും നിങ്ങളുടെ ഗ്രേഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ എന്തും കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നു, ബോണസ് പോയിന്റും കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ബോണസ് പോയിന്റ് ലഭിക്കുന്നത്? അതായത് നിങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു 2 പോയിന്റ് ബോണസ് പോയിന്റ് ആയിട്ട് ലഭിക്കും. ഇനി നിങ്ങൾ കേരള സിലബസിലൂടെയാണ് 10ാം തരം പൂർത്തിയാക്കിയത് എങ്കിൽ അവിടെ നിങ്ങൾക്ക് 3 ബോണസ് പോയിന്റ് ലഭിക്കും. ഇനി നിങ്ങൾ ഏത് സ്കൂളിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആണ് താമസിക്കുന്നത് എങ്കിൽ അതിന് 2 ബോണസ് പോയിന്റ് ഉണ്ട്. അതേ താലൂക്കിലാണ് വരുന്നതെങ്കിൽ 1 ബോണസ് പോയിന്റ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ SSLCക്ക് പഠിക്കുന്ന സമയത്ത് NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പോലെയുള്ള സംഘടനകളിൽ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ആ മാർക്ക് നിങ്ങളുടെ ഗ്രേസ് മാർക്കിലേക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റ് അവിടെ ബോണസ് പോയിന്റ് ലഭിക്കും. അതേപോലെ തന്നെ നിങ്ങളെ ജവാന്മാരുടെ മക്കളാണെങ്കിൽ 3 പോയിന്റ്, സർവീസിലിരിക്കുമ്പോൾ മരിച്ച അവരുടെ മക്കളാണെങ്കിൽ 5 പോയിന്റ്, അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് മാക്സിമം 10 ബോണസ് പോയിന്റ് വരെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് തയ്യാറാക്കുന്നത്, WGPA വെയ്റ്റഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ബയോളജി സയൻസിന് വേണ്ടിയാണ് ഓപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ SSLCക്ക് ലഭിച്ച നിങ്ങളുടെ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ബയോളജിയുടെ ഗ്രേഡ് പോയിന്റും കൂടി കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അതിന് 4 വിഷയത്തിനും A+ ലഭിച്ചവരാണെങ്കിൽ 9x4 കൂടി അവിടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി നേരെ നിങ്ങൾ കൊമേഴ്സിനാണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ സോഷ്യലിൻ്റെയും മാത്സിൻ്റെയും മാർക്കാണ് അവിടെ പരിഗണിക്കുന്നത്. ഇനി അങ്ങനെയല്ല, നിങ്ങൾ നേരെ കമ്പ്യൂട്ടർ സയൻസിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ഗ്രേഡ് പോയിന്റ്, ആ സബ്ജക്റ്റിൻ്റെ ഗ്രേഡ് പോയിന്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് പരിഗണിക്കുന്നതെങ്കിലും അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? WGPA എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു AVP + BVP ആണ്. AVP എന്ന് പറഞ്ഞാൽ അക്കാഡമിക് വാല്യൂ പോയിന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ സബ്ജക്റ്റിന് കിട്ടിയ ആ വാല്യൂ പോയിന്റ് കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്ലസ് ബോണസ് പോയിന്റും കൂടി, നമുക്ക് നേരത്തെ പറഞ്ഞ ബോണസ് പോയിന്റും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ടോട്ടൽ ഗ്രേഡ് അല്ലെങ്കിൽ ടോട്ടൽ പെർസെൻറ്റേജ് ആണ് അവിടെ വരുന്നത്. നോക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ AVP എങ്ങനെയാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക? AVP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഗ്രേഡ് പോയിന്റ്, 10 സബ്ജക്റ്റിനും കൂടിയിട്ട് നിങ്ങൾക്ക് എത്ര ഗ്രേഡ് പോയിന്റ് ഉണ്ട് പ്ലസ് അതിൻ്റെ കൂടെ GSW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഗ്രേഡ് വാല്യൂ ഓഫ് സബ്ജക്റ്റ് ഫോർ വിച്ച് വെയിറ്റേജ് ഈസ് ഗിവൺ. നേരത്തെ പറഞ്ഞ ബയോളജി സയൻസ് ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ 4 സബ്ജക്റ്റുകളാണ് പരിഗണിക്കപ്പെടുന്നത്. ആ 4 സബ്ജക്റ്റിൻ്റെയും ഗ്രേഡ് പോയിന്റ് എത്രയാണ് എന്നുള്ളതാണ് ഈ പറയുന്ന GSW എന്ന് പറയുന്നത്. ഡിവൈഡ് ബൈ ടോട്ടൽ സബ്ജക്റ്റ് പ്ലസ് ടോട്ടൽ സബ്ജക്റ്റ് വെയിറ്റേജ് ഈസ് ഗിവൺ. നേരത്തെ പറഞ്ഞ 4 പേപ്പറുകൾ ഇവിടെ വരും. അതായത് TGP എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? ആ 10 സബ്ജക്റ്റിൻ്റെയും ടോട്ടൽ ഗ്രേഡ് പോയിന്റ്. GSW എന്ന് പറയുമ്പോൾ ആ 4 ഏതാണോ കോമ്പിനേഷൻ ഓപ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ പേപ്പറിൻ്റെ ആ 4 സബ്ജക്റ്റും കൂടി കിട്ടുന്നത് എത്രയാണോ, ബയോളജി സയൻസിൻ്റെ കാര്യത്തിലാണെങ്കിലാണ് 4 സബ്ജക്റ്റ് പറയുന്നത്, പ്ലസ് ടോട്ടൽ സബ്ജക്റ്റ് 10 വരുന്നത്. TSW എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? ഇവിടെ 4 വരുന്നത്. 10 + 4. ഇനി BVP കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബോണസ് പോയിന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ബോണസ് പോയിന്റ് ആണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ലഭിക്കുന്നത് 10 ബോണസ് പോയിന്റ് ആണ്. അങ്ങനെ ആ 10 ബോണസ് പോയിന്റ് എത്രയാണോ കിട്ടിയത് അതിൽ ഇവിടെ എഴുതുന്നു
മൈനസ് പോയിന്റ് ഉണ്ട്. ഈ മൈനസ് പോയിന്റ് ആർക്ക് വരുന്നതാണ്? അതായത് SSLC പരീക്ഷ എഴുതി 2026 വർഷം പാസ്സായവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മൈനസ് പോയിന്റ് ഇല്ല. ഇനി അവർ പരാജയപ്പെട്ടു പോയതാണെങ്കിൽ ആ വർഷം തന്നെ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ ആ വർഷം തന്നെ അവരെന്ത് ചെയ്യുന്നു, എക്സാം വീണ്ടും എഴുതി പാസ്സാവുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മൈനസ് പോയിന്റ് ഇല്ല. ഇനി എന്നിട്ടും ഒരു ചാൻസും കൂടി 2025 പരാജയപ്പെട്ടു പോയി 2026 പരീക്ഷ എഴുതിയിട്ട് പാസ്സായവരാണെങ്കിൽ അവർക്ക് ഒരു മൈനസ് പോയിന്റ് വന്നു. ഇനി 2024 എഴുതി 25-ലും 26ാമത്തെ പരീക്ഷയിലാണ് 26 വർഷത്തെ പരീക്ഷയിലാണ് പാസ്സായെങ്കിൽ 2 മൈനസ് പോയിന്റ് വന്നു. അതായത് ഈ വർഷം പാസ്സായവരെ സംബന്ധിച്ചിടത്തോളം മൈനസ് പോയിന്റിന്റെ പ്രശ്നം വരുന്നേ ഇല്ല. ഡിവൈഡ് ബൈ 10 എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് ഈ പറയുന്ന WGPA എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കിവിടെ നോക്കാം. ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ച ഗ്രേഡുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഈ ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ WGPA കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കാം. സബ്ജക്റ്റ് മലയാളത്തിന് മലയാളം ഫസ്റ്റിന് A ഗ്രേഡ് കിട്ടി, മലയാളം സെക്കൻഡിനും A ഗ്രേഡ്, ഇംഗ്ലീഷിന് A ആണ്, ഹിന്ദിക്ക് A+, ഫിസിക്സിന് A+, കെമിസ്ട്രിക്ക് A, ബയോളജിക്ക് B+, സോഷ്യൽ സയൻസിന് A+, മാത്സിന് A+, IT-ക്ക് A. ഇതാണ് ഒരു കുട്ടിക്ക് ലഭിച്ച മാർക്ക് എന്ന് കരുതുക. ഇനി ഈ കുട്ടിക്ക് എത്രയാണ് WGPA കിട്ടുക എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ, അതായത് TGP എന്ന് പറയുന്നത്, അതായത് എല്ലാ 10 വിഷയത്തിൻ്റെയും ഈ അവരുടെ ആവറേജ് എത്രയാണ്, ഗ്രേഡ് പോയിന്റ് എത്രയാണ് എന്നുള്ളത് നോക്കാം. എത്രയാണ് വരുന്നത്? 83 വരും. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വരുന്നത് 83 ആണ്. പ്ലസ് എന്ത് വന്നു? ഏതിനാണ് അപ്ലൈ ചെയ്യുന്നത്? ബയോളജി സയൻസിനാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ബയോളജി വിഷയങ്ങൾക്ക് ലഭിച്ച ഗ്രേഡ് പോയിന്റ് എത്രയാണെന്ന് നോക്കാം. എത്രയാണ്? 33 വരും. ഇവിടെ നോക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇത് 4നും കൂടി കിട്ടിയ പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 33 വന്നു. ഇനി ബോണസ് പോയിന്റ് ആയിട്ട് ആ കുട്ടിക്ക് ലഭിച്ചത് വെറും 2 മാത്രമാണ്, മൈനസ് ഇല്ല. ടോട്ടൽ സബ്ജക്റ്റ് 10 ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ വെയിറ്റേജ് കൊടുക്കുന്ന സബ്ജക്റ്റ് 4ഉമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ WGPA എന്ന് പറയുന്നത് ഈ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർക്ക് കിട്ടുന്നത് 8.7 സംതിങ് ആണ് അവരുടെ എന്ത് വരുന്നത്? ടോട്ടൽ WGPA വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കുട്ടികൾക്കും സ്കൂളിൽ റാങ്ക് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. ഓരോ സ്കൂളിലും വ്യത്യാസം ഉണ്ടാവും നമ്മുടെ റാങ്കിങ്ങിന്. കാരണം ബോണസ് പോയിന്റ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ റാങ്ക് വരുന്നത്. ഇനി ഈ തുല്യമായ റാങ്കാണ് കുട്ടികൾക്ക് വരുന്നത് എങ്കിൽ എങ്ങനെയാണ് അവർക്ക് ചാൻസ് നമ്പർ വരുന്നത്, അവരെ ഒന്നാമതായിട്ട് പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേസ് മാർക്ക് ലഭിക്കാത്ത അപേക്ഷകൾ ഉണ്ടാവും. അതിൻ്റെ WGPA നോക്കിയിട്ടാണ് അവർക്ക് പരിഗണന കൊടുക്കുന്നത്. അങ്ങനെ പല ചാൻസസ് ഉണ്ട്. വെയിറ്റേജ് കണക്കിലെടുക്കാത്ത വിഷയങ്ങളുടെ ഉയർന്ന TGP കൂടി പരിഗണിക്കുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷിൻ്റെത്, 1ാം ഭാഷയുടേത്, ഇങ്ങനെ ടൈ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ടാണ് അവരുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതിൻ്റെ അവസാനം വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്കോളർഷിപ്പ് പരീക്ഷകളും അതേപോലെ LSS, USS പോലെയുള്ള ക്ലബ് സർട്ടിഫിക്കറ്റ് പോലെയുള്ള സർട്ടിഫിക്കറ്റുകളും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഒരു കുട്ടിയുടെ വെയ്റ്റഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതും. ഒരുപക്ഷെ നമ്മൾ പറയാറുണ്ട്, എന്നേക്കാൾ കുറഞ്ഞ മാർക്ക് ലഭിച്ച, അതായത് 8A+ഉം 2Aയും ലഭിച്ച വിദ്യാർത്ഥിക്ക് ഇന്ന സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചു, എനിക്ക് 9A+ഉം 1A ഉണ്ടായിട്ടും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് കംപ്ലൈൻറ്റുകൾ നമ്മളിടയിൽ വരാറുണ്ട്. സത്യത്തിൽ ഈ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ഈ പറയുന്ന ഗ്രേഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ റാങ്കിലേക്ക് വരുന്നത്. അതിൽ ഇത് വളരെ സുതാര്യമായിട്ടുള്ളൊരു സിസ്റ്റമാണ് നമ്മൾ ഈ പറയുന്ന സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറയുന്നത്. ഓൺലൈനായിട്ടാണ് നമ്മൾ റാങ്കിങ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഈ പറയുന്ന കോമ്പിനേഷൻ നമ്മൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ, സയൻസ് ഓപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബയോളജി സയൻസ് ഓപ്റ്റ് ചെയ്യുമ്പോൾ പരിഗണിക്കുന്ന 4 സബ്ജക്റ്റുകൾ ഏതാണെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഓപ്റ്റ് ചെയ്യുമെങ്കിൽ പരിഗണിക്കുന്ന 3 കോമ്പിനേഷൻസ് ഏതാണെന്ന് ഓർത്ത് വെക്കുക. കോമേഴ്സും ഹ്യൂമാനിറ്റീസും ഓപ്റ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ സബ്ജക്റ്റാണ്, ഹൈസ്കൂളിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് അവിടെ വെയിറ്റേജ് കൊടുക്കുന്നത് എന്നുള്ളതും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ റിയാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയാണ് നമുക്ക് റാങ്ക് വരുന്നത്? ഓരോ സ്കൂളിലും വ്യത്യസ്തമായ റാങ്കുകളായിരിക്കും നമുക്ക് വരിക. അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് റാങ്കിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ തുടർ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി വീഡിയോകളുമായിട്ട് നമ്മൾ ഇനിയും വരും. സോ കീപ്പ് ഓൺ വാച്ചിങ്. താങ്ക് യു.